അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 37 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് ആ ജഗജ്ജനനിയുടെ ലോകമാതാവിൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. വൈരം തു സർവൈ സഹ സംവിധായ നൃപൈർവരിഷ്ഠൈർബലസംയുതൈശ്ച സുദർശനായാധ സുതാർപ്പിതാ മേ കിം വർണ്ണയേ ധൈര്യമിദം ത്വദീയം. നിശമ്യ വാക്യാനി നൃപപ്രഹൃഷ്ട കൃതാഞ്ജലിർവാക്യമുവാച ഭൂയാ. ഗൃഹാണരാജ്യം മമ സുപ്രസിദ്ധം ഭവാമി സേനാപതിരദ്യ ചാഹം. നോ ചേത്തദർത്ഥം പ്രതിഗൃഹ്യ ഛാത്രാം സുതാന്വിതോ രാജ്യഫലാനി ഭുങ്ക്ഷ്വാ. വിഹായ വാരാണസികാനിവാസം വനേ പുരേ വാസമതോ നമേസ്തി. നൃപാസ്തു സന്ധ്യേ വരുഷാന്വിതാ വൈ ഗത്വാ കരിഷ്യേ പ്രഥമം തു സാന്ത്വനം. തതഃ പരം ദ്വാവപരാവുപായോ നോ ചേത്തതോ യുദ്ധമഹം കരിഷ്യേ. ജയാജയോ ദൈവവശൗ തഥാപി ധർമ്മേ ജയോ നൈവ കൃതേപ്യധർമ്മേ. തേഷാം കിലാധർമ്മവതാം നൃപാണാം കഥം ഭവിഷ്യത്യനുചിന്തിതം വൈ. ആകർണ്യ തദ്ഭാഷിതമർത്ഥവച്ച ജഗാദവാക്യം ഹിതകാരകം തം.
മനോരമാമാനമവാപ്യ തസ്മാൽ സർവാത്മനാ മോദയുതാ പ്രസന്നാ. രാജൻ ശിവം തേസ്തു കുരുഷ്വ രാജ്യം ത്യക്ത്വാ ഭയം ത്വം സ്വസുതൈഃ സമേത. സുതോപി മേ നൂനമവാപ്യ രാജ്യം സാകേതപുര്യാം പ്രതരിഷ്യതീഹ. വിസർജയാസ്മാന്നിജസത്മഗന്ധും ശിവം ഭവാനി തവ സംവിധാസ്യതി. ന കാപി ചിന്താ മമ ഭൂപവർത്തത്തെ സഞ്ചിന്തയന്ത്യാ പരമാംബികാം വൈ. ദോഷാഗതാ വിവിധവാക്യപദൈരസാലൈരന്യോന്യഭാഷണപദൈരമൃതോപമൈശ്ച പ്രാതർനൃപാ സമധിഗമ്യ കൃതം വിവാഹം രോഷാന്വിതാ നഗരബാഹ്യഗദാസ്തഥോചു. അദ്യൈവ തം നൃപകളങ്കധരം ച ഹത്വാ ബാലം തഥൈവ കില തം ന വിവാഹയോഗ്യം. ഗൃഹീമതാം ശശികലാം നൃപതേശ്ച ലക്ഷ്മീം ലജ്ജാമവാപ്യ നിജസത്മ കഥം വ്രജേമ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം. അതിൽ 22-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആ ഭഗവാന്റെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ അത് ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൈന്യമുള്ള നിരവധി രാജപ്രമുഖരിലെല്ലാം വൈരമേകി ശത്രുത്വത്തെ അവഗണിച്ചു. ഈ സമയം ഭവാൻ തവ പുത്രിയൻ മകനാകും സുദർശനനേകിയതു അതീവ ധൈര്യം. മനോരമ തന്റെ മനം നിറഞ്ഞുള്ള വാക്കു കേട്ടു. മനസ്സിലെ മോദത്താലെ കൈകൂപ്പി ചൊല്ലി, മമ രാജ്യം അവിടുത്തേക്കായി നൽകാം, പിന്നെ ഞാനും മടിയില്ലാതവിടെ സേനാപതിയാകാം. അതല്ലെങ്കിൽ അർദ്ധരാജ്യം സ്വീകരിക്കൂ സഹോദരി, അനുഭവിച്ചിടൂ രാജ സുഖങ്ങളെയും. വാരാണസിയിലല്ലാതെ മറ്റൊരു സ്ഥലത്തും നിങ്ങൾ വസിച്ചിടുകിലെനിക്കു ഇഷ്ടവുമല്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അരജന്മാർ കോപാവിഷ്ടരായിട്ടുണ്ടാകും നിശ്ചയം. അവരെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചിടട്ടെ. അതു വിജയിച്ചില്ലെങ്കിൽ വേറെ 2 ഉപായമുണ്ട്. അവസാനം ഒരു പക്ഷേ യുദ്ധവും വേണം. ജയാപജയത്തിനെല്ലാം കാരണം ദൈവാധീനം താൻ. ജയമെന്നും ധർമ്മത്തിനു മാത്രം നിശ്ചയം. അധർമ്മികളാണവരും, അതുകൊണ്ടു തന്നെ അവർ വീണ്ടു വിചാരം കാണിക്കാൻ സാധ്യതയില്ല. അർത്ഥപൂർണമായ രാജവാണി കേട്ടു മനോരമ മാനീതയായി രാജനോടു ഏവം പറഞ്ഞു. മംഗളമുണ്ടായിടട്ടെ, പുത്രനൊപ്പം രാജ്യം വാഴു, മമ പുത്രൻ
ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഞങ്ങളെ സ്വഭവനത്തിലേക്കു പറഞ്ഞയക്കുക ഭവാനി ദേവിയെ കട്ടെ സർവമംഗളം. പരാശക്തി ചിന്തയോടെ ജീവിക്കുന്ന എനിക്കിപ്പോൾ മറ്റൊരു ചിന്തയുമില്ല, ആഗ്രഹമില്ല. രസകരമായിട്ടുള്ള പല കാര്യവും പറഞ്ഞു രാത്രി കടന്നു പോയല്ലോ പിറ്റേ ദിവസം. രാജകുമാരി തന്നെ വിവാഹ വാർത്തയറിഞ്ഞു രാജാക്കന്മാർ കോപാകുലരായി പറഞ്ഞു. നൃപന്മാർക്കു കളങ്കമായിട്ടുള്ള സുബാഹുവിനെ വിവാഹയോഗ്യനല്ലാത്ത സുദർശനനെ വധിക്കണം. രാജാവിൻ്റെ സമ്പത്തും കുമാരിയെയും സ്വന്തമാക്കിയിടുക വേണം, ലജ്ജ തോന്നുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി മഹാമായി അമ്മേ ലക്ഷ്മി നാരായണ അമ്മേ ഭദ്രേ മഹാമായി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളീ ശരണം, കാളീ ശരണം, ഭദ്രകാളീ ശരണം, ഭദ്രകാളീ ശരണം, മഹാലക്ഷ്മി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 22-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതലാണ് നാം ഭഗവതിയുടെ അപദാനങ്ങളെ അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയായി സമർപ്പിക്കുന്നത്. 27-ാമത്തെ ശ്ലോകം മുതൽ 36-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ അനുസ്മരിക്കുന്നു. 27-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണത്? വൈരം തു സർവൈ സഹ സംവിധായ നൃപൈർവരിഷ്ഠൈർബലസംയുതൈശ്ച സുദർശനായാധ സുതാർപ്പിതാമേ കിം വർണ്ണയേ ധൈര്യമിദം ത്വദീയം. അവിടെ മനോരമ തൻ്റെ മകന് സുദർശനന് ആ ശശികലയെ വിവാഹം ചെയ്തു കൊടുത്ത സുബാഹുവിനോട് സംസാരിക്കുകയാണ്. വൈരം തു സർവേ സഹസംവിധായ നൃപൈവരിഷ്ഠൈർ ബലസംയുതൈശ്ച. സൈന്യത്തോടുകൂടി വന്നു ചേർന്ന വലിയ ബലശാലികളായിരിക്കുന്ന സകല രാജപ്രമുഖന്മാർക്കും വൈരമുണ്ടാക്കിക്കൊണ്ട് അവരുടെ ശത്രുത്വത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്
സുദർശനായാധ സുതാർപ്പിതാമേ, എൻ്റെ സുദർശനന് അങ്ങയുടെ മകളെ നൽകിയില്ലേ? കിം വർണ്ണയേ ധൈര്യമിതം ത്വദീയം, അങ്ങയുടെ ഈ ധൈര്യത്തെ എങ്ങനെയാണ് ഞാൻ വർണ്ണിക്കുക? നിശമ്യവാക്യാനി നൃപപ്രഹൃഷ്ട, മനോരമയുടെ ഈ വാക്കുകൾ കേട്ട് സന്തോഷിച്ച് കൃതാഞ്ജലിർ വാക്യമുവാച ഭൂയ, രാജാവ് കൈകൂപ്പി തൊഴുത് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗൃഹാണ രാജ്യം മമ സുപ്രസിദ്ധം, സുപ്രസിദ്ധമായിരിക്കുന്ന ഈ കാശിരാജ്യത്തെ ദേവി അവിടുന്ന് സ്വീകരിച്ചോളൂ. ഭവാമി സേനാപതിരദ്യചാഹം, ഞാൻ നിങ്ങളുടെ സേനാപതിയായിട്ടിരുന്നോളാം, ഈ രാജ്യത്തെ സ്വീകരിച്ചോളൂ എന്ന് പറയുകയാണ്. നോചേത്തദർത്ഥം പ്രതിഗൃഹ്യ ചാത്ര, ഇനി അതല്ലെങ്കിൽ അതിൻ്റെ പകുതി അർദ്ധരാജ്യം സ്വീകരിച്ച് സുതാന്വിതോ രാജ്യഫലാനി ഭുങ്ക്ഷ, മകനോടുകൂടി ഈ രാജ്യസുഖങ്ങൾ അനുഭവിക്കൂ. വിഹായ വാരാണസികാ നിവാസം, വാരാണസിയിലല്ലാതെ എവിടെങ്കിലും പട്ടണത്തിലോ വനത്തിലോ വനേ പുരേ വാസമതോ നമേസ്തി, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്നത്, ഈ വാരാണസിയിൽ ഈ കാശിയിൽ തന്നെ നിങ്ങൾ താമസിക്കൂ. വേണമെങ്കിൽ കാശി പൂർണ്ണമായിട്ട് എടുത്തോളൂ, ഇനി അതല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും സ്വീകരിച്ച് പുത്രനോടുകൂടി രാജ്യസുഖങ്ങൾ അനുഭവിച്ചും കൊണ്ട് ഇവിടെ കഴിയൂ ദേവി എന്ന് പറയുകയാണ്. നൃപാസ്തു സന്ധ്യേവ രുഷാന്വിതാവൈ, സത്യാണ്, രാജാക്കന്മാർ കോപാവേശിതരായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഉറപ്പാണ്. ഗത്വാ കരിഷ്യേ പ്രഥമം തു സാന്ത്വനം, ഞാൻ ചെന്ന് അവരെ സാന്ത്വനപ്പെടുത്താനുള്ള വഴി എന്തെങ്കിലും നോക്കട്ടെ, അതിനുള്ള ഉപായങ്ങൾ. തതപ്പരം ദ്വാവപരാവുപായോ, ഇനി ആ ഉപായം ഫലിച്ചില്ലെങ്കിൽ ഒരു 2 ഉപായം വേറെയുണ്ട് അല്ലേ? അത് പോരെങ്കിൽ എന്ത് വേണം? നോചേത്തോ യുദ്ധമഹം കരിഷ്യേ, അത് പോരെങ്കിൽ പിന്നെ എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. സാമം ദാനം ഭേദം ദണ്ഡം അല്ലേ? ചതുരുപായങ്ങൾ, അതിലാദ്യത്തെയാണ് സാമം, നല്ല വാക്ക് പറയുക. പിന്നെ ദാനവും അതേപോലെ ഭേദവും കഴിഞ്ഞിട്ട് വേണം ദണ്ഡം. അപ്പോഴേ എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരുള്ളൂ. ജയാജയവും, ഇനി യുദ്ധം ചെയ്തു കഴിഞ്ഞാലോ ജയാപജയങ്ങൾ ദൈവവശൗ തഥാപി, എങ്ങനെയാ? ദൈവാധീനത്തെ ആശ്രയിച്ചിരിക്കും. ആ ഈശ്വരീയ സങ്കല്പം തീരുമാനിക്കുന്നത് പോലെയാണ് ജയാപജയങ്ങൾ. എന്തായാലും പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, ധർമ്മേ ജയോ നൈവ കൃതേപ്യ അധർമ്മേ, ഒരിക്കലും അധർമ്മം ജയിക്കില്ല, ധർമ്മം മാത്രമേ ജയിക്കുള്ളൂ. തേഷാം കിലാധർമ്മവതാം നൃപാണാം, അധർമ്മനിഷ്ഠരാണ് ആ രാജാക്കന്മാർ എന്നുള്ളത് കൊണ്ട് അവർക്ക് എങ്ങനെയാ വീണ്ടും വിചാരം ഉണ്ടാവുക? അവരൊരിക്കലും ജയിക്കില്ല. കഥം ഭവിഷ്യത്തെ അനുചിന്തിതം വൈ, ജയിക്കുന്നത് നമ്മൾ മാത്രമാണ്, കാരണം നമ്മളിലാണ് ധർമ്മം നിലനിൽക്കുന്നത്. ആകർണ്യ തദ്ഭാഷിതമർത്ഥവച്ച ജഗാദവാക്യം ഹിതകാരകം തം മനോരമ മാനമവാപ്യ തസ്മാൽ സർവാത്മന മോദയുത പ്രസന്ന. വളരെ അർത്ഥകൽപ്പമായിരിക്കുന്ന ആ വേണ്ടതുപോലെ അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന അർത്ഥപൂർണമായിരിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് ഹിതാനുവൃത്തിയായ അദ്ദേഹത്തോട് ഹിതകാരകം തം ജഗാദവാക്യം, അവിടെ ആ മനോരമ പറഞ്ഞു, അദ്ദേഹം നൽകിയതാണ് തനിക്ക് ഈ മാനം, അപമാനിതയായ തന്നെ മാനിതയാക്കിയത് അദ്ദേഹമാണ്. അപ്പം സർവാത്മന സന്തോഷിക്കുന്ന പ്രസന്നയായിരിക്കുന്ന മനോരമ സുബാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു, രാജൻ ശിവം തേസ്തു കുരുഷ്വരാജ്യം ത്യക്വാ ഭയം ത്വം സ്വസുതൈ സമേത സുതോപി മേ നൂനമവാപ്യ രാജ്യം സാകേതപുര്യാം പ്രതരിഷ്യതീഹ. രാജാവേ, അങ്ങക്ക് ശിവമസ്തു അല്ലേ, അങ്ങക്ക് മംഗളുണ്ടാവട്ടെ. സ്വന്തം പുത്രനോടുകൂടി അങ്ങ് നിർഭയനായി ആരെയും ഭയമില്ലാതെ രാജ്യം വേണ്ട പോലെ ഭരിക്കുക. എൻ്റെ മകനോ അയോധ്യാരാജ്യം വീണ്ടെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. സുതോപിമേ നൂനമവാപ്യ രാജ്യം സാകേതപുര്യാം, ആ സാകേതപുരിയെ എന്നിട്ട് ആ വിജയശ്രീലാളിതനായി ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. വിസർജയാസ്മാൻ നിജസത്മഗന്ധും, ഇനി ഞങ്ങളെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോവാൻ അങ്ങ് അനുവദിക്കൂ. ശിവം ഭവാനി തവ സംവിധാസ്യതി, ഭവാനി ദേവി മംഗളസ്വരൂപിണിയായിരിക്കുന്ന അമ്മ
എല്ലാ മംഗളങ്ങളും അങ്ങയ്ക്ക് തരും. ന കാപി ചിന്താ മമ ഭൂപവർത്തത്തെ സഞ്ചിന്തയന്ത്യാ പരമാംബികാം വൈ. ആ പരാശക്തി, ആ പരമമായ ശക്തിയായിരിക്കുന്ന അംബികയെ, പരമാംബികയെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വേറെ ഒരാഗ്രഹവും ഇല്ല. ദോഷാഗത വിവിധവാക്യപദൈരസാലൈരന്യോന്യഭാഷണപദൈരമൃതോപമൈശ്ച പ്രാതർനൃപാസമധിഗമ്യ കൃതം വിവാഹം രോഷാന്വിത നഗരബാഹ്യഗതാസ്തധോചു. വളരെ രസകരമായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന അമൃതവാണികൾ, രണ്ടുപേരും നല്ല കാര്യങ്ങൾ ധർമാനുസാരിയായിട്ട് സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. രാത്രി കടന്നുപോയി. പ്രാതർനൃപ, കാലത്ത് രാജാവ്, നഗരത്തിന് പുറത്ത് രാജാക്കന്മാരുണ്ട്, അവർക്ക് കാര്യം മനസ്സിലായി. അവിടെ കൃതം വിവാഹം, വിവാഹം നടന്നു. രോഷാന്വിത, അവർക്ക് ദേഷ്യം വന്നു. അവരെന്താ പറഞ്ഞത്? അദ്യൈവതം നൃപകളങ്കധരം ച ഹത്വ. രാജാക്കന്മാർക്ക് മുഴുവൻ നൃപകളങ്കധരം, മുഴുവൻ കളങ്കമായിട്ടുള്ള രാജാവിനെയും അതേപോലെ തന്നെ വിവാഹത്തിന് യോഗ്യനല്ലാത്ത ന വിവാഹയോഗ്യം ബാലം, ആ ബാലനെയും കൊന്നിട്ട് ശശികലയും ഗൃഹീമതാം ശശികലാം, ആ ശശികലയും രാജാവിൻ്റെ സമ്പത്തും നൃപതേശ്ച ലക്ഷ്മിയും ലജ്ജാമവാപ്യ, നമുക്കത് കൈകലാക്കണം. ലജ്ജാവാപ്യ നിജസത്മ കഥം വ്രജേമ, ഗൃഹീമതാം, അത് നമുക്ക് പിടിച്ചെടുക്കണം. പിന്നെ ലജ്ജിച്ചിട്ട് നാം എങ്ങനെയാണ് ഇനി സ്വന്തം ഭവനങ്ങളിലേക്ക് പോവുക? ശൃണ്വന്തു തൂര്യനിനദാൻ കില വാദ്യമാനാൻ ശംഖസ്വനാനഭിഭവന്തി മൃദംഗശബ്ദ ഗീതധ്വനിം ച വിവിധം നിഗമസ്വനം ച മന്യാമഹേ നൃപതിനാത്ര കൃതോ വിവാഹ. എന്താ വിവാഹം നടന്നു എന്ന് തോന്നാൻ കാരണം? പെരുമ്പറയടിക്കുന്ന ശബ്ദം, ശംഖിൻ്റെ ശബ്ദം, അതിനേക്കാൾ മുകളിൽ മൃദംഗത്തിൻ്റെ ശബ്ദം, പാട്ടുപാടുന്ന ശബ്ദം, വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന ശബ്ദം. ഇതുകൊണ്ട് ഊഹിക്കാം രാജാവ് വിവാഹം നടത്തി എന്ന്. ഈ ഒരു ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്നത്തെ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.